വെൽക്കം ടു സഗീസ് കിച്ചൺ. ഇത് നമുക്ക് പച്ചക്കായ എങ്ങനെ ഉപ്പേരിയാക്കാൻ നോക്കാം. തോരെന്നും പറയും. അത് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം ഇത് മുറിച്ചിട്ട് നമ്മൾ മഞ്ഞൾ വെള്ളത്തിലാണ് ഇട്ട് വയ്ക്കണേ. ഞാൻ ഇവിടെ കണ്ടോ മഞ്ഞൾ വെള്ളം എടുത്തിട്ടുണ്ട്. മഞ്ഞൾ വെള്ളത്തിലാണ് മുറിച്ചിട്ടിടുന്നത്. കാരണം കായയിൽ നല്ല കറയുണ്ടാവും. അപ്പോൾ ആ കറ പോകാൻ വേണ്ടിയിട്ടാണ് മഞ്ഞൾ വെള്ളത്തിൽ നമ്മൾ ഇടുന്നത്. ഞാൻ ഇവിടെ തൊലി കളയണില്ല. തൊലി കളയാണ്ടാണ് ഞാൻ ഇപ്പോൾ ഈ പച്ചക്കായ വയ്ക്കണത്. തൊലി ഇഷ്ടമില്ലാത്തവർക്ക് വേണമെങ്കിൽ അത് കളയാം. ഇത് 4 ആക്കി മുറിക്കാം. നമുക്ക് എന്നിട്ട് ഇത് ചെറുതാക്കി മുറിക്കാം. ഈ മഞ്ഞൾ വെള്ളത്തേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കായെല്ലാം ഇട്ട് കൊടുക്കാം. നമ്മൾ മെഴുക്കുവരട്ടി ആക്കാനുള്ള കായ അരിഞ്ഞ് മഞ്ഞൾ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും നന്നാക്കി എടുക്കാം. കുറച്ച് ചെറിയ ഉള്ളിയും ഒരു 4-5 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ചതച്ച് എടുക്കാം. നമുക്ക് ആദ്യം ഈ കായ വേവിച്ചെടുക്കാം. അത് ഞാൻ ഇവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കായ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഇത് വെന്ത് വരാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് തന്നെ ഉപ്പും ഒരു 2 നുള്ള് മഞ്ഞളും ചേർത്തിട്ട് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. വെന്ത് വരുന്നവരെ വേവിക്കാം. നമ്മുടെ കായ ഇത് നോക്കാം, വേവിക്കാൻ വെച്ച്. ഇത് നന്നായി വെന്ത് വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കാച്ചിയെടുക്കാം. ഞാൻ ഇവിടെ ഒരു ചട്ടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് ചതച്ച് വെച്ചിരിക്കണ ചെറിയ ഉള്ളിയും ചതച്ച വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായി മൂത്ത് വരണം. അതുവരെ നമുക്ക് നന്നായി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. കരിവേപ്പില ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലോണം സോട്ട് ചെയ്യാം. ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും മൂത്ത് വരുന്ന വരെ വെയിറ്റ് ചെയ്യാം. ചതച്ച മുളക് ഇട്ട് കൊടുക്കാം. ഞാൻ ഇപ്പോൾ ഇവിടെ ഒരു സ്പൂൺ ചതച്ച മുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. മഞ്ഞൾ ഇടേണ്ട ആവശ്യമില്ല, കാരണം ഓൾറെഡി നമ്മൾ വേവിക്കുമ്പോൾ മഞ്ഞൾ ഇട്ടിട്ടാണ് വേവിച്ചത്. മുളകൊന്ന് മൂക്കണം. മുളകെല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കായ ഇട്ട് കൊടുക്കാം.
കായ ഇട്ടത് എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. പച്ചക്കായ ഉപ്പേരി റെഡി ആയിട്ടുണ്ട്. ഇത് ചോറിന്റെ കൂടെയൊക്കെ സൈഡ് ഡിഷ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. താങ്ക് യു.